Hello, my dear friends. Welcome back to Storybox 2022. തികഞ്ഞ ഈശ്വരവിശ്വാസിയായ ഗുരുവിൻ്റെ അരുമ ശിഷ്യനായിരുന്നു ഉത്തമൻ. ഗുരു പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിലേക്കും പകർത്തുവാൻ ഉത്തമൻ ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ ഉത്തമനൊരു സംശയം, എന്താണ് ഈശ്വരൻ? അപ്പോൾ ഗുരു പറഞ്ഞു, നമ്മെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഈശ്വരൻ തന്നെ. നമുക്ക് ഏതൊരാപത്ത് വന്നാലും പല രൂപങ്ങളിലായി ഈശ്വരൻ നമുക്ക് മുന്നിൽ വരും. അതായത് നമുക്ക് ആപത്ത് വരുന്നതൊന്നും ഈശ്വരൻ ചെയ്യില്ല. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. തൊട്ടടുത്ത ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ തിടംപേറ്റിയ ആന ഇടഞ്ഞു. തനിക്ക് നേരെയുള്ള ആനയുടെ വരവ് ഉത്തമൻ കാണുകയും ചെയ്തു. ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി ആന വരുന്ന വഴിയിൽ നിന്നും ഓടി മാറിയപ്പോൾ ഉത്തമന്റെ ചിന്ത മറ്റൊന്നായിരുന്നു. തിടംപേറ്റിയ ആന, അതായത് സാക്ഷാൽ ഭഗവതി തന്നെ. ഈശ്വരനിൽ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന തന്നെ ഒരു കാരണവശാലും ഭഗവതി അപകടപ്പെടുത്തില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഉത്തമൻ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. ആന വരുന്ന വഴിയിൽ നിൽക്കരുതെന്നും വഴിമാറിപ്പോകാനും ആനപ്പുറത്തിരിക്കുന്ന പാപ്പാൻ പലതവണ ആക്രോശിച്ചെങ്കിലും ഉത്തമൻ അനങ്ങിയില്ല. ഈശ്വരൻ ഒരിക്കലും ഒരു വിശ്വാസിയെ അപകടപ്പെടുത്തില്ല എന്നല്ലേ ഗുരു പറഞ്ഞത്? പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഉത്തമൻ വിരണ്ടോടുന്ന ആനയുടെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്നു. ആനയ്ക്കുണ്ടോ മുന്നിൽ നിൽക്കുന്നത് ഈശ്വരവിശ്വാസിയാണോ അല്ലയോ എന്നത്? തുമ്പിക്കൈയിൽ തൂക്കിയെടുത്ത് ഒറ്റയേറ്. ഉത്തമന്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ചെന്ന് വീണത് ഒരു വൈക്കോൽ കൂനയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സാരമായുള്ള പരിക്കുകളൊന്നും സംഭവിച്ചില്ല. ആ സമയം അങ്ങോട്ടേക്ക് അവന്റെ ഗുരു ഓടി വന്നു. കാര്യമന്വേഷിച്ച ഗുരുവിനോട് ഉത്തമൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൂടാതെ ദൈവങ്ങളെ ഒരുപാട് വിമർശിക്കുകയും ചെയ്തു. എല്ലാം ക്ഷമയോടെ കേട്ട് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താൻ പാതി ദൈവം പാതി എന്നാണ്. ഈശ്വരൻ നമുക്ക് അപകടങ്ങൾ വരുത്തുന്നില്ലെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ ആന നിന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ പാപ്പാന്റെ രൂപത്തിൽ അതേ ആനയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് നിന്നോട് അവിടെ നിന്നും മാറിപ്പോകാൻ പറഞ്ഞിരുന്നു. അതും ദൈവം തന്നെയാണ്. അപ്പോൾ നീ അത് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഈ അപകടം വരില്ലായിരുന്നു. ഗുരുവിന്റെ വിവേകപൂർണമായ മറുപടിയിൽ തനിക്ക് പറ്റിയ അബദ്ധം എവിടെയാണെന്ന് ഉത്തമൻ തിരിച്ചറിഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, പലപ്പോഴും നമ്മളൊരു പ്രശ്നത്തിലിരിക്കുമ്പോൾ പലരും നമ്മളെ സഹായിക്കാൻ വരാറുണ്ട്. അതായത് നമുക്ക് സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ നമുക്ക് മുന്നിൽ തന്നെ ഉണ്ട് എന്ന് സാരം. എങ്കിലും അതിൽ ഒന്ന് ശ്രദ്ധിക്കാനോ അതിനായി പ്രയത്നിക്കാനോ മെനക്കെടാതെ ഒരു അത്ഭുതത്തിന് വേണ്ടി പലപ്പോഴും കാത്തിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. ദൈവങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും, അതിൽ ഒരു സംശയവുമില്ല. എന്നിരുന്നാലും പലർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനുള്ള പരിഹാരത്തിനായി ദൈവം അവിടെ ഓരോരോ സാഹചര്യങ്ങൾ ഒരുക്കി തരും. അത് കാണാതിരുന്നാൽ ഒരിക്കലും അതിന് പരിഹാരം ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യും. ദൈവം നേരിട്ട് തരും എന്ന് ഒരിക്കലും വിചാരിക്കരുത്. മനുഷ്യനിൽ കൂടിയും പ്രകൃതിയിൽ കൂടിയുമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് പലരുടെയും ജീവിതത്തിൽ ഈശ്വരൻ നേരിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലാതുള്ള കാര്യങ്ങളിൽ പരിഹാരത്തിനായി നമ്മൾ തന്നെ സ്വയം ശ്രമിക്കുമ്പോൾ അവിടെ ദൈവം അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിത്തരും. ചുറ്റും കണ്ണോടിക്കുക, നിന്റെ പരിഹാരം അരികിൽ തന്നെ കാണും. ഡിയർ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഇന്നത്തെ കഥ. എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേസമയം പുതിയ കൂട്ടുകാർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ നല്ലൊരു കഥയുമായി വീണ്ടും കാണാം. Until then, bye from Storybox 2022.